ഇന്ന് എന്തായാലും ഞാൻ മറ്റേ നമ്മുടെ ഡീക്രോം ചെയ്ത് കാണിച്ചു തന്നേക്കാം. വണ്ടി ഒരു 200 കിലോമീറ്റർ മുകളിൽ ഒറ്റയടിക്ക് പെട്ടെന്ന് വന്നു. സാധാരണ ഇതേപോലെയൊക്കെ കുറെ ലോങ് ഓടിച്ചപ്പോഴാണ് അന്നത്തെ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഇത് കൂടിയത്. അപ്പൊ ഈ പ്രാവശ്യം അങ്ങനെ വല്ല എന്തെങ്കിലും സ്കീം ഉണ്ടാകും നമുക്കൊന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ് ഗൈസ്, വാട്ട് ഈസ് അപ്പ്? എല്ലാവർക്കും സുഖമല്ല ഗൈസ്? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും രാത്രിയാണെന്ന്, പക്ഷെ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെളുപ്പിനെ 1:15 കേട്ടാ. അപ്പൊ നമ്മൾ നേരെ പാലക്കാട്ടോട്ട് പോവുകയാണ്. ഇങ്ങോട്ട് വാ. അപ്പൊ എന്തിനാണ് പാലക്കാട് പോകണമെന്ന് പറഞ്ഞത്? ഇവക്ക് ജോലി കിട്ടിയിരിക്കുകയാണ് കേട്ടോ, വിറകിന് ജോലി കിട്ടിയിരിക്കുകയാണ്. അപ്പൊ വിറകിനെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. നാളെ ജോയിനിങ് ഡേറ്റ് ആണ്, 10 മണിക്കെങ്ങാണ്ടാണ്. അപ്പൊ ട്വിസ്റ്റ് ഉണ്ടായിരുന്നല്ലേ? ട്വിസ്റ്റ് എന്ന് പറഞ്ഞു വന്നതിലൊക്കെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണ് പറഞ്ഞു? ഞങ്ങളെണ്ണം കൂടെ ബസ്സിൽ കയറി പോകാനായിരുന്നു പ്ലാൻ. ഇവൻ ഞങ്ങളെ കൊണ്ട് ആലപ്പുഴ ഡ്രോപ്പ് ചെയ്ത് ബസ്സിൽ കയറി ശിവൻ രാവിലെ തൊട്ട് പറയണ്ട നമുക്ക് ഒരുമിച്ച് പോവാ, എന്നാ വേണ്ട അല്ലെ നിങ്ങൾ പൊക്കോ എന്നൊക്കെ ഇങ്ങനെ ഡബിൾ മൈൻഡ് ചോദിക്കുന്നുണ്ട്. ബസ്സിൽ കയറി ബസ് നീങ്ങി തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് ചോദിച്ചേ അല്ലേ വന്ന കാറിൽ പോണാന്ന്. ഞാൻ ചുമ്മാ ഒന്ന് തമാശക്ക് അബദ്ധവശം നോക്കിയാണേ. ഞാനൊക്കെ ബസ് പോവുകയും ചെയ്ത് കുറച്ച് ചെയ്തപ്പോ ബസ് നിന്നിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോ രണ്ടും കൂടെ ചാടി ഇറങ്ങിയിരിക്കണ്. അത് അവരുടെ ഞാൻ ചുമ്മാ പറയണെന്ന് പറഞ്ഞ എന്നെ മുട്ടൻ ചീത്ത. ഉറപ്പാണോ? ചേച്ചി പെട്ടെന്ന് ഒന്ന് നിർത്തുക കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല കേസ്, എന്തായാലും നേരെ പോകാന്ന് കരുതി പാലക്കാട്. കുറെ നാളായി എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കറങ്ങാൻ പോയിട്ട്. അപ്പൊ ഒന്ന് പാലക്കാട് പോവാം. ഇവളുടെ ഇതും കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് എവിടെയെങ്കിലും കറങ്ങാനും പറ്റും. പിന്നെ വണ്ടിയുടെ ഒരു ലോങ് ഡ്രൈവ് എക്സ്പീരിയൻസ് കൂടെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ അതിനെല്ലാം കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടാ. അച്ഛനൊക്കെ ഞെട്ടിയിരിക്കും. അതെ, നേരെ വന്നിട്ട് പാലക്കാട് പോകണമെന്ന്. പോയിട്ട് വരട്ടെ. അതാണ് ഗൈസ്. അങ്ങനെ നമ്മളിപ്പോ കുണ്ടന്നൂര് പാലത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. എടാ രാത്രി ഓടിക്കാൻ എന്നെ രസമാണെന്ന് അറിയാവാ ഗൈസ്. വേറെ ഒന്നുമല്ല, ഒന്നാമതെന്ന് പറഞ്ഞാൽ വണ്ടികൾ കുറവാണ്. പിന്നെ ഇതൊരു നൈറ്റ് റൈഡിന് പറ്റിയൊരു വണ്ടി കേട്ടാ. നല്ലൊരു മൂടാ വണ്ടി ഓടിക്കാൻ. പിന്നെ നല്ല സ്മൂത്തും വണ്ടി ഇങ്ങനെ ബട്ടർ കണക്കി ഇങ്ങനെ നമ്മുടെ റോഡിന്റെ പുറത്തോടെ ഇങ്ങനെ ഇഴുകി ഇങ്ങനെ പോവാ കേട്ടാ. അടിപൊളി. വേണ്ട അല്ല, രാത്രിയല്ലേ, വണ്ടികളൊന്നും ഇല്ല, അതുകൊണ്ട് പതിയാവുന്നില്ല. പിന്നെ ഇപ്പൊ അവിടെ സമയം കാണിച്ചിരിക്കണ നമ്മള് എത്ര മണിക്ക് എത്തുന്നതാണ്? 4:28 എത്തുമെന്നാണ് കാണിച്ചിരിക്കണത്. 134 കിലോമീറ്ററും കൂടെ ഉള്ളു. എന്തായാലും നമ്മള് വെളുപ്പിന് അതിരാവിലെ എത്തും. പിന്നെ അവിടെ പോയി റൂം കിട്ടുമെന്ന് അറിയാമല്ലോ. ഇവൻ പറഞ്ഞു ഇപ്പൊ റൂം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെക്കൗട്ട് 11 മണി ആ സ്കീമിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാറി കിടന്നുറങ്ങാം കേട്ടടി. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ഞാനാണെങ്കിൽ ഷഡ്ഡി പോലും എടുത്തിട്ടില്ല കേസ്. നേരെ ഒറ്റ പോക്കായിരുന്നു. ഒന്നും നോക്കി ഇല്ല. അതാണ് ഈ തെണ്ടി അഭിയാണ്, എനിക്കറിയാം. നീ ചോദിച്ചിട്ടില്ലേ? ഞാൻ ചുമ്മാ ചോദിച്ചല്ലേ, ഞാൻ ആലോചിച്ച നീ ഇറങ്ങി ചോദിക്കരുത്. എന്തായാലും കേസ് രാവിലെ അവിടെ എത്തും. രാവിലെ എത്തിയ ഉടനെ നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടാ. അപ്പൊ ഇനി ഞാൻ എന്റെ റൈഡിങ്, ദാറ്റ് ഈസ് മൈ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒന്ന് ഞാൻ ആസ്വദിക്കട്ടെ. വേണ്ട, എനിക്ക് മറ്റേ അവിടെ ഹോസ്പിറ്റലല്ലേ. I hit record a drop, you can't ignore it. I'm transforming now these cars and planes, I'm always boarding. Just out touring down in Charlotte like I play for Hornets. When I'm performing, never boring, now you can't afford it. Champagne Perrier, Finnish friends on my face, looking like I'm from the deep. These no Cartiers, pockets deep, bro. I can make it in my seat, bro. Do you, I'm doing me, bro. Making noise, use a peak, bro. അങ്ങനെ കാര്യം നമ്മൾ 4 മണിക്ക് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ മൊത്തം റൂമും തപ്പി അടക്കുമായിരുന്നു. ഇവിടെ ആണെങ്കിൽ റൂംസ് എല്ലാം മൊത്തം ഫില്ലെന്നേ. ലാസ്റ്റ് ഒരു സ്ഥലത്ത് കിട്ടി. പിന്നെ അവിടെ പോയി നമ്മൾ ചാച്ചാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമ്മുടെ ഒരു ചങ്ക് സബ്സ്ക്രൈബർ പടിയെ കിട്ടിയിരിക്കുകയാണ്. മുത്തെ പേരെന്തുവാ? നമ്മൾ ചെയ്യണ ഹോട്ടലിന്റെ ഓണറിന്റെ മകനാണ് കേട്ടോ. നീ വേദല്ലേ? എന്തിനാ, ഏത് ക്ലാസ്സിലാണ് പഠിക്കണം? 7th. എങ്ങനെ മനസ്സിലായി ഞാൻ ഇവിടെ ഉണ്ടാവും? ഓ അടിപൊളി. വീഡിയോസ് കട്ടൊക്കെ കാണണം കേട്ടോ. ഓക്കെ മാൻ. രാവിലെ തൊട്ടങ്ങാണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഇറക്കാൻ.
ഞങ്ങളൊന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. നേരത്തെ ഓടി വന്നു തന്നെ. ഈ പ്രാവശ്യത്തെ ട്രിപ്പിന്റെ ചെലവ് മൊത്തം വെറൈറ്റി ആണ് കേട്ടോ. വമ്പൻ ചെലവ് ജോലി കിട്ടിയോണ്ട്. എന്താണ് ഇന്ന് സ്പെഷ്യൽ എന്താണ്? സ്പെഷ്യൽ അൽഫാം മന്തി. പേരെന്തുവാണ്? ലാൽ കൃഷ്ണ. ഓക്കെ. പുള്ളിക്കാരൻ്റെ വൈഫിന്റെ സബ്സ്ക്രൈബർ ആണ്. ആദ്യം പുള്ളിക്കാരൻ്റെ വൈഫ് എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ ഓടി വന്ന് ബ്രോ നമ്മുടെ കൂടെ എടുക്കണമെന്ന് പറഞ്ഞ് എന്തായാലും എടുത്തിരിക്കുകയാണ്. അപ്പോൾ വൈഫിനെയൊക്കെ തിരക്കിയെന്ന് പറയണം. കട്ടക്ക് വീഡിയോ ആണ്. ഓക്കെ. അങ്ങനെ കഴിച്ച് നമ്മുടെ ബിഗ് ബോയ് സഫാരി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഓ പൊടിയൊക്കെ പിടിച്ചു. സത്യം പറഞ്ഞ വണ്ടി ഇന്നും കഴുകാൻ പറ്റിയില്ലെന്ന് ഞാൻ ഓർത്തില്ല ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ നമ്മളിവിടം വരെ എത്തുമെന്ന്, പാലക്കാട് വരെ എത്തുമെന്ന്. അതുകൊണ്ട് വണ്ടിയൊന്നും കഴുകാൻ പറ്റിയൊന്നുമില്ല. വണ്ടി ഒരു 200 കിലോമീറ്റർ മുകളിൽ ഒറ്റയടിക്ക് പെട്ടെന്ന് വന്നു. സാധാരണ ഇതേപോലെയൊക്കെ കുറേ ലോങ് ഓടിച്ചപ്പോഴാണ് അന്നത്തെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടിയെന്ന് നമുക്ക് മനസ്സിലായത്. കഴിഞ്ഞ പ്രാവശ്യം ചെന്നൈ ബാംഗ്ലൂരൊക്കെ പോയപ്പോൾ. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ വല്ല എന്തെങ്കിലും സ്കീം ഉണ്ടാകും നമുക്കൊന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ. എന്നെ ചൂടാണെന്ന് അറിയാം പാലക്കാട്. അപ്പോൾ നോക്കാം ഗൈസ്. No way! വീണ്ടും ടാക്സി ഗോകുലം. ലവ് യു ഗൈസ്. നിങ്ങൾ പൊളിയാട്ടോ. വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇപ്പം നിന്ന് പോണ സീനൊന്നും ഇല്ല. കംപ്ലീറ്റ്ലി വണ്ടി അങ്ങ് റെഡി ആയിരിക്കണം കേട്ടോ. ഓ മാൻ ഇന്ന് എന്തായാലും ഞാൻ നമ്മുടെ ഡീക്രോം ചെയ്ത് കാണിച്ചു തന്നേക്കാം. വേറെ ഒന്നുമല്ല, വണ്ടി കഴിയിട്ട് കാണിക്കാന്ന് പറഞ്ഞിരുന്നിട്ട് നടക്കണില്ല. വണ്ടി കഴുകാൻ സമയം പോലും കിട്ടണില്ല. അതുകൊണ്ട് ഇത് ഇപ്പം കാണിച്ചു തരാവേ. എങ്ങനെയുണ്ട് ഗൈസ്? വേറെ നിനക്ക് ഇഷ്ടപ്പെട്ടോ പേഴ്സണലി? എനിക്ക് പേഴ്സണലി സത്യം പറഞ്ഞാൽ മറ്റേതാ ഇഷ്ടം. മറ്റേതാണോ ഇഷ്ടം? നിനക്കാ അഭി? എനിക്കും മറ്റേതായിരുന്നു തോന്നി. പിന്നെ ഇവൻ ആദ്യമേ കൊണ്ടുവന്നപ്പോ ഇതും ബ്ലാക്ക് ആയിരുന്നു. അത് പൊളിച്ചു കളഞ്ഞപ്പോഴേക്ക് ചെറുക്കൻ കാരണം പറിച്ചു കളഞ്ഞു. അത് പൊളിച്ചു കളഞ്ഞപ്പോ ഇച്ചിരി കൂടെ വന്നായിരുന്നു തോന്നി ഗൈസ്. എനിക്ക് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച അത്ര ഒരു ഫീല് കിട്ടിയില്ല. കാരണം എന്താണെന്ന് ഞാൻ പറയട്ടെ. ഇവിടെ ചെറിയൊരു ഹാഷ് ഫ്രെയിം പോലത്തെ സാധനമുണ്ട്. ആ ഫ്രെയിമിലാണ് ഈ ഒരു എംബ്ലം പോലത്തെ, അതിലാണ് നമ്മൾ ബ്ലാക്ക് അടിച്ച് വെച്ചിരിക്കണം. അപ്പം ഫുള്ള് ഇതും എല്ലാം ഈ ഫ്രെയിം ഉൾപ്പെടെ ബ്ലാക്ക് ആക്കിയാൽ മാത്രമേ നമുക്കൊരു ഒരു ബീസ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ലുക്ക് സംഭവം കിട്ടത്തുള്ളൂ. അപ്പം അതിൻ്റെ കുറവുണ്ട്. ഇത് അടിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അവർ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നേരത്തെ പറഞ്ഞായിരുന്നു ബ്രോ മഴയൊന്നും കൊള്ളിക്കല്ലോ അല്ലെങ്കിൽ വെള്ളത്തിലൊന്നും കൊണ്ടിടല്ലോ എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് തിരിച്ച് വന്ന അന്ന് തന്നെ കൊടുമ്പഴ നമ്മുടെ വിൻഡോ. അതുകൊണ്ട് ഇതേ സ്റ്റിക്കറൊക്കെ ഉണ്ടാ ഇവിടെ അതേ ജസ്റ്റൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുവാണ് ഗൈസ്. അങ്ങനെ കുറേ വള്ളി സീനുകളൊക്കെ ഉണ്ട്. അല്ലാണ്ട് വേറെ സീനൊന്നും ഇല്ല. പിന്നെ ഈ സൈഡുകളിലൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ഇവിടെ കണ്ട. പിന്നെ നമ്മുടെ സഫാരിയുടെ എംബ്ലം ഇവിടെ നമ്മൾ ടാറ്റയുടെ എംബ്ലം ഇവിടെ നമ്മൾ ബ്ലാക്ക് ആക്കിയായിരുന്നു. അതൊക്കെ ഓക്കെയാണ് ഗൈസ്. പക്ഷേ എനിക്ക് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഇത് അത്ര എറിക്കണില്ലായിരുന്നു. പക്ഷെ ഇപ്പം കണ്ടിട്ട് നല്ല രസമുണ്ടാ സത്യമായിട്ടും. ചില സ്ഥലം എനിക്കൊരു ലൈറ്റിങ്ങിൻ്റെ ആണെന്ന് തോന്നി. ചില സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ ആ നല്ല ബ്ലാക്ക് പോലെ തോന്നും. എന്നാൽ ചില സമയത്ത് എനിക്കെന്തോ സൂചിക്കണില്ല. അതാ സ്റ്റിക്കറൊന്നും മര്യാദക്ക് ഒട്ടാഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ഫ്രെയിമും കൂടെ ബ്ലാക്ക് അടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഗായ്സ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് പറിച്ചു കളയാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ പറ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ശരിക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയണം. കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുകയാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എൻ്റെ ഒരു ഫ്രെയിം ഉണ്ടല്ലോ അത് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ സാധനം പറിച്ചു കളയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, കാരണം നമ്മുടെ എല്ലാവരുടെ വണ്ടിയാണല്ലോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് സംഭവം. അപ്പോൾ ഇനി പറയാം എന്താ അടുത്ത പരിപാടി? എനിക്കിനി ജോയിൻ ചെയ്യാൻ പോണം. അപ്പൊ രാവിലെ എവിടെ പോയത്? പിന്നെ നീ അത് വേറെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വാങ്ങാൻ പോയി. ഇപ്പൊ ഇനി ജോയിൻ ചെയ്യാൻ പോണം. ഓക്കെ, അതിന് എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? 70 കിലോമീറ്റർ ഉണ്ട്. 2 മണിക്ക് 4 മണിക്ക് മുമ്പ് എത്തണം. ഇപ്പൊ സമയം 2 മണി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സമയമൊന്നുമില്ല. അതെ, ഇവൻ പറയാ നമുക്ക് 2 വലിയ ചിക്കനുമായി കൊണ്ട് ഫിറോസിക്കയുടെ വീട്ടിലോട്ട് പോകാൻ. എല്ലാം നടന്നല്ലോ കറക്റ്റായിട്ട്. ഇനി ഒന്നിനും സമയമില്ല. അത് തന്നെ. പിന്നെ മലമ്പുഴ ഡാമ എവിടെ കണക്കെ പോകാനൊക്കെ ഇവൻ പറയുന്നുണ്ട്. ഇപ്പൊ ഇവളുടെ സ്കൂൾ വരെ പോകുമ്പോ തന്നെ പരിപാടി തീരും. പറഞ്ഞ പോലെ ഇവള് അത് ഞാൻ പിന്നെ പറയും. ഓക്കെ, ഞാൻ പറയുന്നില്ല ഇവളെ എന്തുവാണെന്ന്. ഓക്കെ, ഞാൻ ബീപ്പ് ഇട്ടിട്ടുണ്ട് അവിടെ. ഓക്കെ, അത് ഇവളുടെ ചാനലിനെ കണ്ട് പറയണം. ഞാനിങ്ങനെ ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട് ഞാൻ പറയണം. ഓക്കെ, എനിവേ ഗൈസ് നമ്മുടെ ബിഗ് ബോയ് ഈ ഒരു അവസ്ഥയിലായിരിക്കുകയാണ്. അടിപൊളിയായിരിക്കണം കേട്ടോ. എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു ഭംഗിയൊക്കെ ഉണ്ട്. അപ്പം പക്ഷെ ഫുൾ ബ്ലാക്ക് അടിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ട് അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ പൊളിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ ബൈ.